പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. BFM സർമൺ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ സ്നാനത്തെക്കുറിച്ചുള്ള വിവിധങ്ങളാകുന്ന വചനത്തിൽ കൂടെ അത് വെളിപ്പെടുത്തി ക്ലിപ്പുകളായിട്ടു. ഇന്നും അതിനെ സംബന്ധിച്ച് ലാസ്റ്റിലുള്ള ഒരു ക്ലിപ്പ് ഇടുവാൻ താല്പര്യപ്പെടുന്നത്, സ്തോത്രം, ഏവരുടെയും അറിവിലും ഏവർക്കും സഹായകരമായും തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായി നിങ്ങളുടെ പ്രാർത്ഥന വിശേഷാൽ ചോദിക്കുന്നു. അതെ, സ്നാപകൻ, മിനിസ്റ്റർ ഹു കണ്ടക്ട് ബാപ്റ്റിസം, സ്നാപകൻ, സ്നാനപ്പെടുന്ന ആളിനെയാണ് സ്നാപകൻ എന്ന് പറയുന്നത്. സ്നാനപ്പെടുത്തണമെന്ന് യേശു ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചപ്പോൾ അത് ചെയ്യുക എന്ന് അധികാരപ്പെടുത്തുകയായിരുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് മത്തായിയുടെ സുവിശേഷം 28-19 വാക്യത്തിൽ നാം വായിക്കുന്നു. ഈ കൽപ്പന യേശു നൽകുന്നത് തൻ്റെ 11 ശിഷ്യന്മാർക്കാണെങ്കിലും സ്നാനപ്പെടുത്തുന്നത് അപ്പോസ്തലന്മാർ തന്നെ ആയിരിക്കണമെന്ന് അനുശാസിച്ചിരുന്നതായി വേദപുസ്തകത്തിൽ കാണുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലം കഴിഞ്ഞപ്പോൾ സ്നാന ശുശ്രൂഷയിൽ നിന്നു പോകാമായിരുന്നു. അപ്പോസ്തോലിക കാലത്ത് സാക്ഷ്യമുള്ള സഹോദരന്മാർ സ്നാനപ്പെടുത്തിയതായി രേഖയുണ്ട്. ആമേൻ. 1. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ സമരിയയിൽ വിശ്വസിച്ചവരെയും എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെയും സ്നാനപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തി 8-12, 13, 38 വാക്യം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. 2. ശൗലിനെ പൗലോസ് സ്നാനപ്പെടുത്തുന്നതിന് നിയോഗിച്ചത് അനന്യാസ് എന്ന ശിഷ്യനെയായിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-17-18 വാക്യം. ആമേൻ. കൊർന്നേല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുവാൻ പത്രോസ് നിയോഗിച്ചത് തന്നോടുകൂടെ യോപ്പയിൽ നിന്ന് വന്ന സഹോദരന്മാരെ ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-48 അത് കാണുന്നു. ആമേൻ. സ്നാന ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി കർത്താവ് ഒരു വിഭാഗത്തെ പ്രത്യേകമായി നിയമിച്ചിട്ടില്ല. സുവിശേഷകന്മാർക്ക് സുവിശേഷം അറിയിക്കുവാൻ മാത്രമല്ല, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താനും അധികാരമുണ്ട്. എന്നാൽ ശുശ്രൂഷ മാന്യവും ചന്തവും ഉചിതവുമായി നടത്തപ്പെടേണ്ടതാകയാൽ തെറ്റുകൂടാതെ ദൈവകൃപയിൽ പ്രാഗൽഭ്യത്തോടെ ചെയ്യുവാൻ കഴിവുള്ള പക്വതയുള്ളവർ തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമീൻ. വീണ്ടും 11-ാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്നാനാർത്ഥി. സ്നാനപ്പെടുന്നയാളിനെയാണ് സ്നാനാർത്ഥി എന്ന് വിശ്വസിക്കുക എന്നതാണ് സ്നാനാർത്ഥിക്കുണ്ടായിരിക്കേണ്ട യോഗ്യത. തന്നെ സ്നാനപ്പെടുത്തുവാൻ ഷണ്ണൻ ഫിലിപ്പോസിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഫിലിപ്പോസ് അവനോട് ചോദിച്ച ചോദ്യം ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 8-37 അത് വായിക്കുന്നു. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനാണ് കർത്താവ് കൽപ്പിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം 16-16 അത് വായിക്കുന്നു. വിശ്വസിക്കാത്തവരെ സ്നാനപ്പെടുത്തുവാൻ കൽപ്പനയില്ല. താൽക്കാലിക കാര്യസാധ്യത്തിനായി സഭയിൽ ചേരുന്നതിന് വിവാഹത്തിനും മറ്റുമായി ഇത് അടിസ്ഥാനപരമായ തെറ്റും അനീതിയുമാണ്. ഇങ്ങനെ വരുന്നവരിൽ ഏറിയ പങ്കും സ്വാർത്ഥത ഗണ്യമാക്കുന്നവരായിരിക്കും. വ്യവസ്ഥ വിട്ട് ഈ ശുശ്രൂഷ ഏൽക്കുന്നവരും നൽകുന്നവരും മുഖപക്ഷമില്ലാത്ത ദൈവിക കോടതിയിൽ ഒരു നാൾ നിൽക്കുമെന്ന് ഓർമ്മിക്കുന്നത് നന്ന്. വിശ്വസിക്കുവാൻ തക്ക പ്രായമുള്ളവരെ വേണം സ്നാനം കഴിപ്പിക്കുവാൻ എന്ന് ദൈവവചനം നമ്മെ ആവർത്തിച്ചുറപ്പിക്കുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും തൻ്റെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ,
സ്തോത്രം. തൻ്റെ തൻ്റെ രക്ഷയ്ക്കും കൂടിയായിട്ടാണ് അവൻ ക്രൂസിൽ മരിച്ചതെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവരെ മാത്രമേ സ്നാനം കഴിപ്പിക്കാവൂ എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ആമേൻ. ശാസ്ത്രദൃഷ്ടിയിൽ ഒരുവൻ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നതും സ്വാതന്ത്ര്യമായി നിരൂപണം നടത്തി നല്ലതും ചീത്തയും വേർതിരിക്കുന്നതും 10-15 വയസ്സോടുകൂടിയാണ്. ശാസ്ത്രത്തിൻ്റെ ഈ കണക്കുകൾ സ്നാനത്തിന് മാനദണ്ഡമായി തീരുന്നില്ലെങ്കിലും 10 വയസ്സെങ്കിലും കഴിയാതെ ഒരുവനിൽ തിരിച്ചറിവ് തുടങ്ങുകയില്ല എന്ന കാര്യം നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കേണ്ടതുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ശാസ്ത്രത്തിൻ്റെ ഈ കണക്കുകൾ സ്നാനത്തിന് മാനദണ്ഡമായി തീരുന്നില്ലെങ്കിലും 10 വയസ്സെങ്കിലും കഴിയാതെ ഒരുവനിൽ തിരിച്ചറിവ് തുടങ്ങുകയില്ല എന്ന കാര്യം നാം വസ്തുനിഷ്ഠമായി ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വയസ്സിന് താഴെയുള്ളവർ തീരെ കുഞ്ഞുങ്ങൾ എന്ന പരിഗണനയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനാൽ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് തികച്ചും ഭേദവിപരീതമാണ്. ഹല്ലേലൂയ. 12ാമത് ആമേൻ സ്നാന ശുശ്രൂഷ രീതി. ആമേൻ. സ്നാന ശുശ്രൂഷ രീതി. ആമേൻ. പ്രൈസ് ലോർഡ്. സ്നാനം എന്തിന് എന്നിത്യാദി കാര്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ ശുശ്രൂഷകൻ പഠിപ്പിക്കണം. സ്നാനത്തിന് തൊട്ടു മുമ്പോ പിൻപോ ബൈബിൾ ക്ലാസ് എടുക്കണം. സാക്ഷ്യവും തീരുമാനവും പരസ്യമായി പ്രഖ്യാപിക്കണം. അതിന് ശേഷം പാട്ടുപാടാം. സ്ഥാനാർത്ഥിയെ മുമ്പോട്ട് വിളിച്ച് ശുശ്രൂഷകൻ തലയിൽ കൈവച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്നാനരീതിയെപ്പറ്റിയും പ്രായോഗിക കാര്യങ്ങളെപ്പറ്റിയും ശുശ്രൂഷകൻ സ്ഥാനാർത്ഥിയെ പറഞ്ഞ് മനസ്സിലാക്കണം. സ്നാന കടവിലേക്ക് കാൽനടയായോ വാഹനത്തിലോ പോകുമ്പോൾ ഗാനങ്ങൾ പാടണം. സ്നാനക്കടവിൽ ചെന്ന് പ്രാർത്ഥിച്ച ശേഷം വേദി അനുകൂലമെങ്കിൽ ഒരു ചെറിയ പ്രസംഗം സ്നാനത്തെ ആസ്പദമാക്കി നടത്തണം. അത് അവിടെ കൂടി വരുന്നവർക്ക് വേണ്ടിയാണ്. ധാരാളം പൊതുജനങ്ങൾ ഉണ്ടെങ്കിൽ സ്നാനം എന്തെന്നവർക്ക് ബോധ്യമാകും വിധം രക്ഷ, സ്നാനം എന്നിവ വ്യക്തമായി പ്രസംഗിക്കുക. വിശ്വാസികൾ ഗാനം ആലപിക്കുമ്പോൾ ശുശ്രൂഷകൻ ജലാശയത്തിലേക്ക് ഇറങ്ങണം. ജലാശയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുക. സ്ഥാനാർത്ഥി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഗാനം ആലപിക്കണം. തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ, അതായത് മത്തായി സുവിശേഷം 28-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ തുടങ്ങിയ ശുശ്രൂഷയെ സഹായിക്കുന്നവരെ കൊണ്ട് ഉറക്കെ വായിപ്പിക്കുക. അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ കൂപ്പുകരങ്ങളിൽ സ്നാപകന്റെ ഇടത് കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ ഉയർത്തി അദ്ദേഹത്തോട് തീരുമാനം ചോദിക്കണം. ഈ ചോദ്യത്തിൻ്റെ മാതൃക താഴെ മനസ്സിലാക്കുക. ആദാമ്യ വർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ലോകത്തിൽ അവതരിച്ചവനും 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ശുശ്രൂഷിച്ച് ദൈവപുത്രനെന്ന് തെളിയിച്ചവനും നമ്മുടെ പാപങ്ങളെ ചുമന്ന് പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനും തന്നിൽ വിശ്വസിച്ച് ആമേൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ തൻ്റെ വാഗ്ദത്ത പ്രകാരം മധ്യാകാശത്തിൽ വെളിപ്പെട്ടുവാനും ഇരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പേരെടുത്ത് ചോദിച്ച് ആ സ്നാനാർത്ഥിയോട്, സ്നാനപ്പെടുന്ന ആളിനോട് ആ പേരെടുത്ത് ചോദിച്ച് ചേർത്ത് പറയുക, വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുക. സ്ഥാനാർത്ഥി വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറയണം. ശുശ്രൂഷകൻ നിന്റെ വിശ്വാസം നീ പരസ്യമായി ദൈവമക്കളുടെ മുമ്പാകെ കാഴ്ചക്കാരുടെ മുമ്പാകെയും സാക്ഷീകരിക്കുവാൻ ധൈര്യപ്പെടുന്നുവോ എന്ന് ചോദിക്കണം. ധൈര്യപ്പെടുന്നു എന്ന് സ്ഥാനാർത്ഥി മറുപടി പറയുമ്പോൾ ശുശ്രൂഷകൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്ന് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം നിന്റെ സാക്ഷ്യവചനം അടിസ്ഥാനമാക്കി ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. ശുശ്രൂഷകൻ ഈ വാചകം പറഞ്ഞ് സ്ഥാനാർത്ഥിയെ ജലത്തിൽ മുക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ഇരു കരങ്ങളിലും സ്നാപകൻ്റെ ഇടതുകരം ആമേൻ വലതുകരം പുറത്തും പിടിച്ചിരിക്കണം. അത്
മൂലം സ്നാനപ്പെടുന്ന വ്യക്തി വീഴാതെ ഇരിക്കുകയും സുരക്ഷിതമായ ബോധമുള്ളവനായിരിക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥിയുടെ ശരീരം മുഴുവൻ വെള്ളത്തിൽ മുങ്ങത്തക്കവണ്ണം വേണം ശരീരം സ്നാനം കഴിപ്പിക്കേണ്ടത്. ജലത്തിൽ നിന്ന് ഉയർത്തിയ സ്ഥാനാർത്ഥിയുടെ തലയിൽ ശുശ്രൂഷകൻ കൈവച്ച് മരണപര്യന്തം വിശ്വസ്തമായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കുമെന്ന് ആശീർവദിച്ച് കയറ്റിവിടണം. ഒന്നിലധികം പേർ സ്നാനപ്പെടുവാൻ ഉണ്ടെങ്കിൽ ശുശ്രൂഷ ആവർത്തിക്കാവുന്നതാണ്. ഓരോരുത്തരെയും സ്നാനപ്പെടുത്തിയ ശേഷം ശുശ്രൂഷകൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ശേഷം കയറി പോരേണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നാന ശുശ്രൂഷയ്ക്ക് ശേഷം സൗകര്യാർത്ഥം കർത്തൃമേശയും ഒരുക്കിയിരിക്കണം. സ്നാനപ്പെട്ട വിശ്വാസിയെ വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ആവശ്യമായ ഉപദേശവും കൂട്ടായ്മയും നൽകേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളിലൂടെ ഇവിടെ പ്രസ്താവിക്കുവാൻ താല്പര്യപ്പെടുന്നത് അത് നമുക്കത് വളരെ ഉപകാരമായി തീരും എന്നുള്ളത് പൊതു അറിവിന് വേണ്ടി പ്രസ്താവിക്കുന്നു. പ്രായോഗിക നിർദ്ദേശങ്ങൾ: 1. സ്നാന ജലാശയത്തിലേക്ക് തിരികെ ആലയത്തിലേക്കും സ്ഥാനാർത്ഥികളും ശുശ്രൂഷകന്മാരും ദൈവജനവും സാഹചര്യം അനുകൂലമെങ്കിൽ പാട്ടുകൾ പാടി കൊണ്ടുപോകുന്നത് ഉചിതമാണ്. ഹല്ലേലൂയ. 2. സ്നാനപ്പെടുന്ന ആളും സ്നാന ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവദാസനും സ്നാനശേഷം ധരിക്കുവാൻ ഒരു ജോഡി വസ്ത്രം കൂടി കരുതിയിരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. 3. സ്നാനമേറ്റ വ്യക്തി ജലാശയത്തിൽ കയറി വരുമ്പോൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു പുതപ്പ് കൊണ്ട് മുൻപിൽ നിന്നും പുറകോട്ടും കഴുത്തിനടിവശം കാൽമുട്ട് വരെ പൂർണ്ണമായും മറിച്ച് ശാന്തമായി കയറ്റിക്കൊണ്ടുവരണം. 4. സ്നാനമേറ്റ വ്യക്തിക്ക് വസ്ത്രം മാറുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. 5. സ്നാനമേറ്റ വ്യക്തി സ്നാനക്കടവിൽ നിന്ന് കയറി വരുമ്പോൾ അവിടെ നിന്ന് മുഖം കഴുകുകയും വായിൽ വെള്ളം ഒഴിച്ച് തുപ്പുന്നതും കണ്ടിട്ടുണ്ട്. അത് അഭികാമ്യമല്ല. ആമേൻ. 6. ഒന്നിലധികം പേർ സ്നാനമേൽക്കുമ്പോൾ ചിലർ മുമ്പേ സ്നാനമേറ്റവരുടെ വസ്ത്രങ്ങൾ സ്നാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്നാനക്കടവിൽ വെച്ച് കഴുകുകയും മറ്റും ചെയ്യാറുണ്ട്. സ്നാന ശുശ്രൂഷ കഴിഞ്ഞിട്ടേ അങ്ങനെ ചെയ്യാവൂ. ഹല്ലേലൂയ. 7. മുണ്ടുടുക്കുമ്പോൾ സ്നാനസമയത്ത് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ ബെൽറ്റ് ഉപയോഗിക്കുകയോ ചരടോ മറ്റോ ഉപയോഗിച്ച് കെട്ടുന്നത് നല്ലതാണ്. 8. സ്നാന ശുശ്രൂഷ തീരും വരെ എല്ലാവരും സ്നാന സ്ഥലത്തുണ്ടായിരിക്കണം. ആമേൻ. 9. സ്നാന രീതിയെക്കുറിച്ചും ആമേൻ സ്ഥാനാർത്ഥിയെ നേരത്തെ പഠിപ്പിക്കുകയും സ്നാനപ്പെടുത്തുമ്പോൾ വഴങ്ങുവാനുള്ള നിർദ്ദേശം നൽകുകയും വേണം. ഹല്ലേലൂയ. 10. സ്ഥാനാർത്ഥികൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുമ്പോൾ വിശ്വാസികൾ സന്ദർഭോചിതമായി പാട്ടുകൾ പാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് നിൽക്കണം. 11. സ്ഥാനാർത്ഥിയെ ബ്രദർ, സിസ്റ്റർ എന്ന് സംബോധന ചെയ്യേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ശിശുസ്നാന വേദവിപരീതമായ കാര്യങ്ങൾ അതിനെക്കുറിച്ചും പ്രസ്താവിപ്പാൻ കഴിയും. ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കേട്ട എല്ലാവർക്കും ഇത് ഉപകാരമായി തീരട്ടെ, സഹായമായി തീരട്ടെ. ഇത് അനുകരിപ്പാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.